ഇപ്പോൾ സി കെ ശശീന്ദ്രൻ ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട്. ശ്രീ കെ ശശീന്ദ്രൻ, ഇപ്പോൾ IC ബാലകൃഷ്ണന്റെ പ്രതികരണം താങ്കൾ കേട്ടു കാണും. ഒരു കേസുമോ മറ്റോ ആവശ്യമോ ഒന്നുമില്ലാതെ, ഒരു യോഗമോ ഇല്ലാതെ താങ്കൾ എന്തിന് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ പോയി, അതും പ്രതികളെ ഹാജരാക്കുന്ന സമയത്ത്? ഇത്രയധികം വിവാദമുണ്ടാകുന്നു, SFIക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയരുന്നു. അപ്പോൾ താങ്കളെ പോലൊരാൾ, ഒരു മുതിർന്ന നേതാവ് അവിടെ പോകുമ്പോൾ അതിനെ ജനം വിലയിരുത്തില്ലേ? ഞാൻ പറഞ്ഞല്ലോ, മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. കോടതിയും മജിസ്ട്രേറ്റിന്റെ വീടും രണ്ടും രണ്ടാണ്. കോടതിയിലാണ് ഹാജരാക്കിയിരിക്കുന്നത്. ഒരു രക്ഷകർത്താവിനോട് കണ്ട് യോഗ്യം പറഞ്ഞു പോയി എന്നതിൽ കവിഞ്ഞ് വേറെ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഏതെങ്കിലും ഈ അന്ന് ഹാജരായ പ്രതികൾക്ക് വേണ്ടി ഏതെങ്കിലും വക്കീലിനെ ഞങ്ങൾ ചുമതലപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഒന്നുമില്ല. അവര് പരിചയമുള്ള രക്ഷകർത്താവിനോട് യോഗ്യം പറഞ്ഞു എന്നതിൽ കവിഞ്ഞ് മറ്റു കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നീട് MLA ഇവിടെ പറഞ്ഞ പോലെ DYSP ഓഫീസിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാവും പോയിട്ടില്ല. ആരും പോയിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഇതെല്ലാം CCTVയിലൊക്കെ വേണമെങ്കിൽ കാണുമല്ലോ. അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പറയണ്ട, അത് ശരിയുമല്ല. പിന്നെ ആ സന്ദർഭത്തിൽ പോകുന്നത് പോയത് രക്ഷകർത്താവിനെ കണ്ട് സംസാരിക്കുന്ന പോലും വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു പറഞ്ഞാലൊക്കെ വേണമെങ്കിൽ എനിക്ക് അതിനൊക്കെ യോജിപ്പോ ഒരു കാര്യമില്ല. ഞാൻ സത്യസന്ധമായി കാര്യങ്ങൾ പറയുകയാണ്, മറച്ചു വെക്കാനൊന്നുമില്ല ആരോട്. അതാണ് ഉണ്ടായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, ഈ സംഭവത്തിൽ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിളിച്ചെത്ത് വരണം. എല്ലാവരും വേദനിക്കുന്ന കൂട്ടത്തിലാണത്. CPM ആ വേദനയിൽ പങ്കുചേരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, പ്രത്യേക ടീമിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഗർഭകാര്യമായ ഒരു സംഭവം നടന്നു. അതിന്റെ പേരിൽ ഒരു സംഘടനയെ ആകെ അടച്ചാക്ഷേപിക്കുന്ന ഒരു സംഘടനാ പ്രശ്നം അല്ലാതെ, SFIയുടെ വിഷയമല്ലാതെ, ഒരു കുട്ടികൾ തമ്മിലുള്ള ഒരു തർക്കം ഒരു തെറ്റായ രീതിയിൽ കലാശിച്ചുമല്ല. അല്ലാതെ SFI എന്തോ അവിടെ SFI മാത്രമേ ഉള്ളൂ ഒരു വിദ്യാർത്ഥി സംഘടന ശശീന്ദ്രൻ, ഇന്നലെ IC ബാലകൃഷ്ണൻ അടക്കമുള്ള MLA മാർ അവിടെ ഹോസ്റ്റൽ സന്ദർശിക്കുകയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ താങ്കൾ അവിടെ പോവുകയോ ആ ഹോസ്റ്റലിൽ പോവുകയോ കാര്യങ്ങൾ ചോദിച്ചറിയുകയോ ചെയ്തിരുന്നോ? എന്താണ് താങ്കൾക്ക് അവിടെ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലായത്? അവിടെ യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണല്ലോ. യൂണിവേഴ്സിറ്റി എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. ഞങ്ങളൊക്കെ നേരത്തെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അത് അറിയാവുന്ന സ്ഥലമാണ്. ഹോസ്റ്റലിൽ ഞാൻ പോയിട്ടില്ല ഈ സംഭവത്തിന് ശേഷം. പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്റ്റലിൽ ഈ പറഞ്ഞ പോലെ ചെഗുവേരയുടെ ചിത്രം വരച്ചു വെക്കുന്നതൊക്കെ ഒരു തെറ്റാണോ? അല്ലെങ്കിൽ ലോകം അംഗീകരിക്കുന്ന വിപ്ലവകാരിയുള്ള ഒരാളല്ലേ. അതുകൊണ്ട് അതൊന്നും അല്ല പഠിക്കേണ്ടത്. ആരുടെ ചിത്രം അവിടെയുണ്ട്, ചെഗുവേരയുടെ ചിത്രമുണ്ടോ, മറ്റേതെങ്കിലും നേതാക്കന്മാരുടെ ചിത്രമുണ്ടോ, അതൊന്നും നല്ല വിഷയം. അത് പിന്നെ രാഷ്ട്രീയമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ പ്രശ്നം ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിളിച്ചെത്തു വരണം. നാളെ ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാൻ വേണ്ടി പാടില്ല. ഇതൊരു നമ്മുടെ നാടിന് ഗുണകരമായ ഒരു രീതിയല്ല. കുട്ടികൾ തമ്മിൽ തർക്കമുണ്ടായാൽ ആ തർക്കത്തിനിടയായ കാര്യങ്ങൾ എന്താണെന്നൊക്കെ പരിശോധിച്ച് നിയമപരമായി കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. അവർ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അതിനോട് ആർക്കും യോജിപ്പില്ലല്ലോ. ആ യോജിപ്പില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പിന്നെ കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നൊക്കെ പറയേണ്ടത് ഞാനും നിങ്ങളുടെ ചർച്ചയിലല്ലല്ലോ. അത് പറയേണ്ടത് അല്ലെങ്കിൽ സിദ്ധാർത്ഥിന്റെ മരണം ഉണ്ടായത് മുതൽ വലിയ വീഴ്ചകൾ തുടക്കം മുതൽ സംഭവിച്ചു എന്ന ആരോപണം വരികയാണ്. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ആരെ ഭാഗത്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരെയും സംരക്ഷിക്കാൻ ഇവിടെ നിൽക്കുന്നില്ലല്ലോ. ആരെങ്കിലും സംരക്ഷിക്കാൻ ഗവൺമെന്റ് ഗവൺമെന്റ് ആണല്ലോ ചെയ്യേണ്ടത്. ഗവൺമെന്റ് ഓപ്പൺ മൈൻഡാണല്ലോ ഇക്കാര്യത്തിലുള്ളത്. ഗവൺമെന്റ് ആ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ല. പക്ഷെ ഒരു ക്യാമ്പസിൽ ഒരു പ്രശ്നം ഉണ്ടായെന്ന് ചേർത്തിട്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ ആകെ ആക്ഷേപിച്ച്, ആ ക്യാമ്പസിന് ആകെ അടച്ചാക്ഷേപിച്ച് കുട്ടികൾക്ക് അവിടെ ഒരു അങ്ങനെ ഉണ്ടാവേണ്ട കാര്യമില്ല. ആരാണോ തെറ്റ് ചെയ്തവരെ കണ്ടെത്തണം. ആ തെറ്റുവരെ കണ്ടെത്താനുള്ള എല്ലാ നടപടികളും ക്യാമ്പസിനെ ആരും അടച്ചാക്ഷേപിക്കുന്നില്ല. ശ്രീ സി കെ ശശീന്ദ്രൻ, അവിടെ SFIയുടെ ദുർഭരണമാണ് എന്നും അവിടെ കുട്ടികൾ കാര്യങ്ങൾ പുറത്തു പറയാൻ, പരാതി പറയാൻ പേടിക്കുകയാണ് എന്ന് അവിടെയുള്ളവർ തന്നെയാണ് പറയുന്നത്. അതെല്ലാം ഒരു പറച്ചില്ലെന്ന് കഴിഞ്ഞാൽ പ്രാധാന്യമൊന്നുമില്ല. അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാ പുതിയ പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നത്? കോളേജ് കണ്ടെത്താത്ത 6 പേരെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എങ്ങനെയാ? ആരെങ്കിലും അന്വേഷണം സ്വന്തമായി നടന്നുകൊണ്ടല്ലേ? കുട്ടികളുടെ മൊഴിയൊക്കെ അറിയില്ല. കുട്ടികളുടെ മൊഴിയൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ? അതിനപ്പുറത്തെ അവിടെയുള്ള ASF യൂണിറ്റ് സെക്രട്ടറി തന്നെയാണ് പറയുന്നത് SFI മറ്റ് യുവജന സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന്. അതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. ഇന്നലെ അവിടെ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധ കാര്യത്തിൽ നടത്തുന്നത് കണ്ടല്ലോ. അപ്പോൾ തെറ്റായ രീതിയിൽ കാര്യങ്ങളാണ്. പ്രവർത്തിക്കാൻ ഓരോ സംഘടനയ്ക്ക് അവകാശമുണ്ട്. SFIക്കാണ് അവിടെ ഉള്ള മറ്റു സംഘടനകൾ പ്രവർത്തിക്കാൻ കുട്ടികളെ കിട്ടാത്തതുകൊണ്ട് SFIയുടെ നേരെ അത്ര ആക്ഷേപം ഉന്നയിച്ചിട്ട് എന്താ കാര്യം? അതൊക്കെ ഓരോ സംഘടനകളിലും നിശ്ചയിക്കും. ജനാധിപത്യപരമായിട്ട് എല്ലാ സംഘടനകൾക്കും പ്രവർത്തിക്കാം. ആരും അടിച്ചമർത്തുന്നൊന്നുമില്ല.
അവിടെ LDF-ന്റെ ഭരണം ഇപ്പോഴല്ലേ ഉള്ളൂ. UDF-ന്റെ ഭരണം ഉണ്ടായ കാലഘട്ടത്തിൽ എത്ര കാലമുണ്ട്? അപ്പോഴും ആ ക്യാമ്പസ് അങ്ങനെയായിരുന്നല്ലോ. അങ്ങനെ ചില ക്യാമ്പസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ നമ്മൾ വേവലാതായിട്ട് കാര്യമില്ല. അത്തരമൊരു ക്യാമ്പസിൽ ഇത്ര അതിന്റെ അർത്ഥം എല്ലാ കുട്ടികളും SFI എന്നല്ല, മറ്റ് സംഘടനകൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ്. അല്ലാണ്ട് അവിടെ ഇരിക്കുന്ന കുട്ടികൾ മുഴുവൻ SFIയോട് മറ്റ് സംഘടനകൾ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഒരു സംഘടന മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. പ്രവർത്തിക്കുന്ന സംഘടനയുടെയാണ് എന്ന രീതിയിലാണ് കാര്യങ്ങളുള്ളത്. അതാണ്. ഇവിടെ ഈ കേസിൽ ജുഡീഷ്യൽ അന്വേഷണമോ CBI അന്വേഷണമോ വന്നാൽ അതിനെ പാർട്ടി സ്വാഗതം ചെയ്യുമോ? ഏത് ജുഡീഷ്യൽ അന്വേഷണമോ CBI അന്വേഷണമോ അങ്ങനെ വന്നാൽ അതിനെ സ്വാഗതം ചെയ്യുമോ? അതെല്ലാം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് ആവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. CBI അന്വേഷണമൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട്. ഓടി വന്ന് അന്വേഷിക്കലല്ല. ഗവർണർ ചെയ്തിരിക്കുന്നത് തന്നെ തെറ്റായ രീതിയിലാണെന്നുള്ള മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണല്ലോ. ഗവർണർ രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ ഉപയോഗിക്കുകയാണല്ലോ. അദ്ദേഹത്തിന് അല്ലാണ്ട് വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. ശശീന്ദ്രൻ IC ബാലകൃഷ്ണൻ പ്രതികരിച്ചതിന് വിവാദങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഇരുവരും പ്രതികളെ കോടതിയിൽ എത്തിച്ചപ്പോൾ അവിടെ കോടതിയിൽ CK ശശീന്ദ്രനും എത്തി എന്ന വാർത്തയോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സാധാരണയായി വെറുതെ അവിടെ ചെന്നതാണ്, അല്ലാതെ പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു വഴിവിട്ട ഇടപെടലും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് CK ശശീന്ദ്രന്റെ പ്രതികരണം.